ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് എന്നെ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പുറത്തേക്ക് പോവാം. പുറത്ത് പോണ വഴിക്ക് നമുക്ക് എന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന് പറയാനും മാത്രം വളർന്നിട്ടൊന്നുമില്ല, എന്നാലും ഭാവിയിൽ അങ്ങനെയൊക്കെ ആവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര തന്നെ. ഇനി എന്നെ പറ്റി പറയാം. എൻ്റെ പേര് ആഷ്ന. ഒബ്വിയസ്ലി കൊച്ചിയിലാണ് വീട്, കുമ്പളയംകാരിയാണ്. മാരീഡാണ്. ഹസ്ബൻഡ് വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഒരു ബേബി ഉണ്ട്. ബേബിക്ക് 2.5 വയസ്സായി. ഹസ്ബൻഡും കുഞ്ഞു നാട്ടിലാണ്. ഞാനിവിടെ പോളണ്ടിലാണ്. പോളണ്ടിൽ സ്വിറ്റ്നിക്കയിലാണ് താമസിക്കുന്നത്. അങ്ങനെ കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുന്നു. അപ്പം കുറച്ചും കൂടി നേരത്തെ തുടങ്ങണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് തന്നെ തുടങ്ങാമെന്ന് അങ്ങ് തീരുമാനിച്ചു. സ്റ്റാർട്ട് ചെയ്തു. വെറും 8 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ളെങ്കിലും അത് ഭാവിയിൽ നമുക്ക് വളർത്താൻ കഴിയുമായിരിക്കാം, അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിലേക്കല്ല എല്ലാവരും തുടങ്ങിയത്. അപ്പോൾ കുറേ ഇവിടുത്തെ ആപ്പിൾ ട്രീ ആണ്. നിറയെ ആപ്പിൾ ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് വലുതാവും, ഇനി നന്നായിട്ട് വലുതാവും. പക്ഷെ ഇവിടെ ആർക്കും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു വീട്ടിൽ ഇത് ചുമ്മാ വെറുതെ നിലത്ത് വീണ് ചീത്തായി പോവാ. ആരും നോക്കാറുകൂടിയില്ല. ആർക്കും വേണ്ട ഈ സാധനങ്ങളൊന്നും. ഇവിടെ നമ്മുടെ അവിടെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ വെറുതെ ഒരു കളയുന്നത്. ഇത് കണ്ടോ, ആപ്പിളാണ് കിടക്കുന്നത്. ആപ്പിൾ നമ്മൾ കടയെത്തിയത് ഓപ്പോസിറ്റ് കാണാണ്ട, അതാണ് കട. ഇവിടെ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ക്രോസ് ചെയ്യാൻ ഇത്തിരി പാടാം. അല്ലെങ്കിൽ പിന്നെ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് അറിയാമല്ല, ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അല്ലേ, അപ്പം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മാത്രം ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര നന്നായിട്ടൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെയുള്ളവർക്ക് കൂടി അറിയട്ടെ. എപ്പോഴും സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ജാക്കായിരിക്കും ഉണ്ടാവുന്നത്. എന്നിപ്പോൾ ജാക്കിൻ്റെ ഫ്രണ്ട് ആരോ ആയിരുന്ന ഷോപ്പിലുണ്ടാകും. ആൾക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, എനിക്കാണെങ്കിൽ പോളിഷും അറിയില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ. പിന്നെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും പിടിച്ച് നിൽക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ ബാഗിലും കുത്തി നിറച്ച് കുറച്ച് കയ്യിലും മേടിച്ച് റൂമിലേക്ക് പോവാം. എന്നെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് അവിടെ ഇങ്ങനെ ഓരോരോ വീഡിയോസിലൊക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു നല്ല തുടക്കമാവട്ടെ. ഞാൻ എന്നെ തന്നെ ഇടയ്ക്ക് ആശ്വസിപ്പിക്കാറുണ്ട്. കാരണം ഇപ്പം 8 സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ. ആ 8 പേരും എൻ്റെ ഇച്ചായൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രവീണ, അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് പേരാണ്. അല്ലാണ്ട് വേറെ ആരുമില്ല. പക്ഷേ നോക്കിക്കോ, നമ്മൾ വളർന്ന് വരുമായിരിക്കും, വരേണ്ട അടുത്ത്. പിന്നെ ഇപ്പോൾ പോളണ്ടിനെ കുറിച്ച് നമ്മൾ പറയണമല്ലോ. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത് എന്നായിരുന്നു ഞാൻ ഇങ്ങോട്ട് കയറി വരാൻ പോണവരെ എന്നോട് എല്ലാവരും പറഞ്ഞ ഡയലോഗ്, നമ്മുടെ സിനിമയുടെ ഡയലോഗ്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അതുപോലെ ഇപ്പം എനിക്ക് പോളണ്ടിനെ കുറിച്ച് മാത്രം പറയാൻ സമയമുള്ളൂ. അപ്പോൾ നല്ല കൺട്രിയാണ്, അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് കാരണം വെയിലുണ്ടെങ്കിൽ ചൂടില്ല, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലെ വെയിലൊക്കെ കൊണ്ടുവന്നതിനോട് പ്രശ്നമേ ഇല്ല. പക്ഷേ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറയില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യാറുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ അങ്ങനെയൊന്നും അറിയില്ല, പരിപ്പറിയില്ല. അപ്പം അങ്ങനെ. പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സമ്മറാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നല്ല നല്ല ആൾക്കാരാണ് എല്ലാവരും. പിന്നെ ജോലിക്ക് കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. നോക്കാം നമുക്ക്. എന്തായാലും ഇനി ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ഇപ്പം എന്തായാലും വെയിറ്റിംഗ് ആണ് ജോലിക്ക് കയറാനുള്ള. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായി. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം അതിൽ കൂടുതൽ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് അറിയില്ല. കണ്ടൻ്റ് ഒന്നും ഇല്ല ഗൈസ്, സമയമുണ്ടല്ലോ. അപ്പം
അങ്ങനെ. അപ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പേര് പറയാം. ദ ആഷ് എഡിറ്റ്, അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എൻ്റെ പേര് ആഷ്ന എന്നാണല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ആഷ്നയുടെ എന്നെ അങ്ങനെ വിളിക്കും ആഷ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ ആഷാണ്. എല്ലാവരോടും ആഷ്ന ആഷ്ന എന്ന് പറയുമ്പോഴും എന്നെ എല്ലാവരും വിളിക്കുന്നത് ആഷ് എന്നാണ്. എന്ന് വെച്ചാൽ മലയാളികളില്ലാത്ത കാര്യം, ഇവിടെയുള്ള എല്ലാവരും പല പല നാട്ടിൽ നിന്നുള്ളവർ, അവർക്കൊന്നും അങ്ങ് വഴങ്ങുന്നില്ല. അപ്പം എല്ലാവരും ആഷ് ആഷ് എന്ന് വിളിക്കും. അങ്ങനെയാണ് എനിക്കും തോന്നിയത്, നല്ലതല്ലേ, അങ്ങനെ ഞാൻ ആഷ് എന്നാക്കി. ഇവിടുത്തെ പോളണ്ടിലെ ആൾക്കാരും അങ്ങനെ തന്നെ, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 2-3 പേര് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരും ആഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം അവർക്ക് ആഷ് ആഷിൻ്റെ ആരിത് എൻ്റെ അല്ലേ ഈ വിളിക്കണത് അങ്ങനെ. അപ്പം ദ ആഷ് എഡിറ്റ്, അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.